വെറും 7 ദിവസം കൊണ്ട് വിയറ്റ്നാം മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ പ്ലാൻ നോക്കിയാലോ. നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ആരും പോവാത്ത എക്സ്പ്ലോർ ചെയ്യാത്തൊരു നാടാണ് വിയറ്റ്നാം. പക്ഷെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് നമുക്ക് വിസയുടെ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദം ട്രാവൽസിന്റെ ഒരു പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നോർത്തും സെൻട്രലും സൗത്തും കവർ ചെയ്യുന്ന ഒരു അടിപൊളി പാക്കേജ്. അപ്പൊ നമുക്ക് പാക്കേജ് ഡീറ്റെയിൽസ് നോക്കിയാലോ. ഡേ 1 നമ്മൾ പോകുന്നത് നോർത്തേൺ പാർട്ടായിട്ടുള്ള ഹനോയിലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വിയറ്റ്നാമിന്റെ ഒരുപാട് കാഴ്ചകൾ കാണാം. 1 പില്ലർ പഗോഡ, അതുപോലെ തന്നെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ, ട്രെയിൻ സ്ട്രീറ്റ് ഒക്കെ മിസ് ചെയ്യാനാവാത്തൊരു സ്ഥലമാണ്. ഇനി ഡേ 2 നമ്മൾ നേരെ പോകുന്നത് ഹലോങ് ബേയിലോട്ടാണ്. അതും നല്ല അടിപൊളി ക്രൂയിസിലെ ഫുഡും അതുപോലെ തന്നെ നമുക്ക് എമറാൾഡ് ബേയിലെ കയാക്കിങ് പിന്നെ സുങ്സോട്ട് കേവ് ഒക്കെ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഡേ 3 നേരെ സെൻട്രൽ വിയറ്റ്നാമിന്റെ അടിപൊളി ഒരു സ്ഥലമായിട്ടുള്ള ഹൊയാനിലോട്ടാണ് പോകുന്നത്. ഹൊയാനിലെ നല്ല ട്രഡീഷണൽ മാർക്കറ്റും അതുപോലെ തന്നെ അവിടുത്തെ മാർബിൾ മൗണ്ടൻ ഒക്കെ വിസിറ്റ് ചെയ്ത് ഡേ 3 നമുക്ക് കംപ്ലീറ്റ്. ഇനി അടുത്തത് ഡേ 4 നമ്മൾ വിയറ്റ്നാമിൽ പോകുന്ന ഒരു ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ബനാ ഹിൽസ്. അവിടേക്കാണ് പോകുന്നത്. അവിടുത്തെ കേബിൾ കാർ റൈഡും ഗോൾഡൻ ബ്രിഡ്ജും അതുപോലെ തന്നെ ഫാന്റസി പാർക്കൊക്കെ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഇനി നമ്മൾ ഡേ 5 വിയറ്റ്നാമിന്റെ സദേൺ പാർട്ടായിട്ടുള്ള ഹോച്ചിമിൻ സിറ്റിയിലോട്ടാണ് വരുന്നത്. മോഡേൺ വിയറ്റ്നാമിന്റെ കാഴ്ചകളാണ് നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിൽ കാണാൻ സാധിക്കുക. ബെൻതാൻ മാർക്കറ്റും അതുപോലെ ഒരുപാട് മ്യൂസിയങ്ങളൊക്കെ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഡേ 6 നേരെ പോകുന്നത് കുച്ചി ടണലിലോട്ടാണ്. ലോക പ്രശസ്തമായ വിയറ്റ്നാം വാർ നടന്ന ഒരു ഏരിയ ആണ് കുച്ചി ടണൽ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടണലിന്റെ ഉള്ളിൽ ഒളിപ്പോര് നടത്തിയ ഒരുപാട് ഏരിയകൾ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഇനി 7th ഡേ നമുക്ക് റിട്ടേൺ നാട്ടിലേക്ക് വരാം. ഈ ഒരു ട്രാവൽ പ്ലാന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആദം ട്രാവൽസിന് ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.